വേണുഗോപാൽ മാസങ്ങൾക്ക് മുൻപ് കേട്ട ഒരു പരാതിയും വിഷമമൊക്കെയായിരുന്നു മറിയക്കുട്ടിയുടേത്. അത് വലിയ വിവാദമാകുന്നു, വലിയ വാർത്തയാകുന്നു, ആ രീതിയിലെ ചർച്ചകളൊക്കെ നടക്കുന്നു. അന്ന് അത് പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചു, അതുണ്ടായില്ല. അതിനുശേഷം ഇതാ കോടതി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് രൂക്ഷമായിട്ടുള്ളൊരു വിമർശനത്തിലേക്ക് കടക്കുമ്പോൾ ഇത്ര തുച്ഛമായിട്ടുള്ള ഒരു ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ സംസ്ഥാനത്തിനുണ്ട് എന്നുകൂടി അതിനൊരു വിലയിരുത്തൽ വരുന്നില്ലേ? കുറഞ്ഞപക്ഷം അങ്ങനെ ഒരു ധ്വനി, മനഃപൂർവ്വം ക്ഷേമ പെൻഷനുകൾ നിഷേധിക്കുന്നു എന്നുള്ളൊരു ധ്വനി കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു സംസ്ഥാന സർക്കാരിനെതിരെ എന്ന് കരുതണോ? അല്ല, തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ വളരെ പ്രതിസന്ധിയിലാണ്, അതിന് യാതൊരു സംശയവുമില്ല. ഇത് ഏതാണ്ട് ഒരു 1.5 വർഷം മുമ്പ് ഞാൻ മറ്റൊരു ചാനലിൽ ഇത് പറഞ്ഞപ്പം എല്ലാവരും പുച്ഛിച്ചു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു, ശമ്പളവും പെൻഷനും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരാൻ പോകുന്നു, അതുപോലെ തന്നെ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഒരുപക്ഷെ വേണ്ടി വന്നേക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് പുച്ഛവും അവജ്ഞയുമാണ് ആൾക്കാരിൽ നിന്നുണ്ടായത്. അത് നമ്മൾ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചുള്ള കാൽക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് പറ്റുന്നതാണ്. നാം ധൂർത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയും നമ്മുടെ വരുമാനം ഒട്ടും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു പ്രതിസന്ധിയിൽ ചെന്ന് ചാടും. തീർച്ചയായിട്ടും കേരള സർക്കാരിന് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കരുത് എന്നൊരാഗ്രഹമുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം അത് ഒരു സർക്കാരിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടെ പ്രശ്നമാണ്. 1600 അല്ല 3000 കൊടുക്കുമെന്ന് പറഞ്ഞൊരു സർക്കാരാണ്. അപ്പോൾ 1600 കൊടുത്തില്ലെങ്കിൽ അവർക്ക് നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണെന്ന് ഈ സർക്കാരിന് തന്നെ ബോധ്യമുണ്ട്. പക്ഷേ അവർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യം എങ്ങനെ ഉണ്ടായി, ഇതിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നുള്ളതാണ് ഹൈക്കോടതിയിലും കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലും ഒക്കെ ചിന്തിക്കേണ്ട വിഷയം എന്നുള്ളതാണ് പ്രധാനം. അതിനൊക്കെ ഉത്തരവുകളാണ് ഉണ്ടാവേണ്ടത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് നമ്മുടെ ക്ലിഫ് ഹൗസിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് സൈക്കിളിൽ പോകുന്ന ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. അത്രയ്ക്ക് ദയനീയമാണ് നമ്മുടെ ഖജനാവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ വിശകലനം ചെയ്യേണ്ടതൊന്നുമില്ല. കാരണം നമ്മുടെ ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയും നമ്മുടെ വരുമാന മാർഗങ്ങൾ അല്പം പോലും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാമ്പത്തിക തത്വദീക്ഷയില്ലാത്ത ഒരു പോളിസിയും രീതിയും നമ്മൾ കൈക്കൊണ്ടുവരികയാണ്. അത് സെക്രട്ടേറിയറ്റ് മുതൽ നമ്മൾ പഞ്ചായത്ത് വരെ നോക്കിയാൽ കാണാവുന്നതാണ്. എല്ലായിടത്തും ധൂർത്തിൻ്റെ അങ്ങേയറ്റം സംഭവിക്കുന്നു. ഇങ്ങനെ ഇത് കാട്ടിലെ തടി തേവരുടെ ആന എല്ലാ കാലവും ഞങ്ങൾക്ക് ഇങ്ങനെ കൊയ്തുകൊണ്ടിരിക്കും. രണ്ട് വിഷയമാണ്, ചെലവ് കൂടുന്നു, വരുമാനം കുറയുന്നു എന്ന് പറയുന്നതും ധൂർത്ത് എന്ന് പറയുന്നതും, അതും രണ്ടാണ്. തീർച്ചയായിട്ടും അതെ. കാരണം ഇത് ഒരു പരിധി വരെ ഇത് കുറയ്ക്കാനായിട്ട് ധൂർത്ത് കുറച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ആ ധൂർത്ത് കുറയ്ക്കേണ്ടത് ആണ് നമ്പർ 1 നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഞാൻ സൈക്കിളിൽ പോകുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ഭംഗ്യന്തരണയാണെങ്കിലും അതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിന്ന് ഇതിൻ്റെ ഒരു മുറുക്കിപ്പൊടി തുടങ്ങിയില്ലെങ്കിൽ താഴോട്ട് ആരും ഇത് ഗവനിക്കില്ല. ഏറ്റവും മുകളിൽ എപ്പോൾ പിടി മുറുക്കുന്നോ അപ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ മറിയക്കുട്ടി ചേട്ടത്തിയെ പോലുള്ളവർ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇത് ഉണ്ടാക്കാൻ പോകുന്ന സിറ്റുവേഷൻ വളരെ വലുതാണ്. ലോകത്തൊരു വലിയ ചൊല്ലുണ്ട്, ഹൈ പെൻഷൻ ബൈ ടെൻഷൻ എന്ന്. അതായത് വാർദ്ധക്യകാലത്ത് ഒരു പ്രത്യാശയുടെ ഒരു ചെറിയ കിരണമാണ് ഈ 1600 രൂപ. കാരണം എനിക്ക് ഒരു നേരത്തെ വെള്ളമെങ്കിലും കഞ്ഞിയെങ്കിലും കുടിച്ച് കിടക്കാമെന്നുള്ള ഒരു മനുഷ്യന്റെ അവസാനത്തെ ഒരു ആഗ്രഹമുണ്ടല്ലോ, ആ ആഗ്രഹമാണ് ഈ 1600 രൂപ. പെൻഷനുകൾ